ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് ന്യൂസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ ഹെഡ് കോച്ചായ ഇഗൂർ സ്റ്റീമാക്കിനെ അങ്ങനെ അവസാനം ഇന്ത്യൻ ടീം പുറത്താക്കിയാലും ഞാൻ നിങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിനേക്ക് പുതിയ കോച്ചുമാരുടെ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ്. ഒഫീഷ്യലായി AFF നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട നിരവധി റൂമുകളാണ് വരുന്നത്. അതായത് പ്രമുഖ ISL പരിശീലിപ്പിച്ചിട്ടുള്ള പ്രമുഖ വിദേശ കോച്ചുമാർ ഈ ഇന്ത്യൻ ടീമിൻ്റെ നാഷണൽ ടീമിൻ്റെ ഹെഡ് കോച്ച് പോസ്റ്റിലേക്ക് വരുന്ന റൂമുകൾ പലവിധമുണ്ട്. എന്നാൽ ട്രസ്റ്റ്ഫുള്ളായ ഒരൊറ്റ അപ്ഡേറ്റ് മാത്രമാണ് നിലവിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇംഗ്ലണ്ട് സ്വദേശിയായ ബംഗളൂരു FC മുൻ പരിശീലകനായ സൈമൺ ഗ്രേസൺ എന്ന സൂപ്പർ കോച്ച് ഇന്ത്യൻ നാഷണൽ ടീമിനെ പരിശീലിപ്പിക്കാൻ വരുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ. ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ വളരെ മോശം അഭിപ്രായം തന്നെയായിരിക്കും ഇന്ത്യൻ ആരാധകർക്ക് ഉണ്ടാവുക. കാരണം ഇദ്ദേഹം ISL പരിശീലിപ്പിച്ച ബംഗളൂരു FC ആകട്ടെ തീർത്തും പരാജയമെന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു രീതിയിലുള്ള ക്ലബിനെ പരിശീലിപ്പിച്ച ബംഗളൂരു FC പോലെ ക്ലബിനെ പരിശീലിപ്പിച്ച സൈമൺ ഗ്രേസൺ ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ ഹെഡ് കോച്ചായി വരുന്നു എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിരാശ ഉണ്ടായേക്കാം. പക്ഷേ അതിനുള്ള കാരണം വളരെ കുറവാണ്. കാരണം അതുണ്ടാവേണ്ട ചാൻസേ ഇല്ല. കാരണം ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ നിലവിൽ ഇംഗ്ലണ്ടിലെ തന്നെ ടോപ്പ് ക്ലബ്സിനെ പരിശീലിപ്പിച്ചിട്ടുള്ള മികച്ച പരിചയസമ്പത്തുള്ള വലിയ രീതിയിലുള്ള പല വമ്പൻ ക്ലബ്ബുകളെയും പരിശീലിപ്പിച്ച് വലിയ രീതിയിൽ കഴിവ് തെളിയിച്ചൊരു താരം തന്നെയാണ് സൈമൺ ഗ്രേസൺ. ഇദ്ദേഹമാകട്ടെ ഇന്ത്യയിൽ ബംഗളൂരു FC പോലെ ക്ലബ്ബ് പരിശീലിപ്പിച്ച് ഇന്ത്യൻ താരങ്ങളുടെ പൊട്ടൻഷ്യലും അവരുടെ കളികളും എല്ലാം തന്നെ കണ്ട് ഇന്ത്യയിലെ സാങ്കേതിക വിദ്യകളും ഇന്ത്യയിൽ എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതെല്ലാം കണ്ട് വ്യക്തമായി മനസ്സിലാക്കിയ ഒരു സൂപ്പർ കോച്ച് തന്നെയാണ് സൈമൺ ഗ്രേസൺ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഈ ഒരു പൊസിഷനിലേക്ക് ഏറെക്കുറെ യോഗ്യൻ തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇതിൻ്റെ പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടതേ അല്ല. അപ്പോൾ ഇന്ത്യൻ ടീം പോലും നാഷണൽ ടീമിൽ സൂപ്പർ താരങ്ങളെ അണിനിരക്കുമ്പോൾ ഇദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിക്കുന്ന പെർഫോമൻസ് ചില്ലറയൊന്നും ആയിരിക്കില്ല. അപ്പോൾ സൈമൺ ഗ്രേസൺ ഈസ് ഇൻ ടോക്സ് വിത്ത് AFF. ഇറ്റ്സ് കൺഫേംഡ് ദാറ്റ്. അപ്പോൾ കണ്ടുതന്നെറിയാം സൈമൺ ഗ്രേസനെ ബംഗളൂരു FC ഉപയോഗിച്ച പോലെ അല്ലാതെ AFF ഉപയോഗിക്കുമോ എന്ന്. അപ്പോൾ നമുക്ക് കണ്ടുതന്നെറിയാം സൈമൺ ഗ്രേസൺ ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ ഹെഡ് കോച്ച് ആകുമോ എന്ന്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് മാത്രം പോവുക. അടുത്ത ഡേ വീണ്ടും കാണാം.